ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഈസി റെസിപ്പീസാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് പൊതിച്ചോറ് കിട്ടുന്നതിന് വേണ്ടി ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി വേണം, 1/2 സ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ 1/2 സ്പൂൺ അളവിൽ കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് നമുക്ക് അതായത് നമ്മൾ വറുക്കേണ്ട എണ്ണ അത്യാവശ്യം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഒരുപാട് എണ്ണ ഒഴിക്കത്തില്ല, വളരെ കുറച്ച് അളവിലാണ് എണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് ആ എണ്ണ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് അരപ്പ് പുരട്ടിയതിന് ശേഷം ആ ഒരു എണ്ണയിൽ മാത്രം നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നമുക്ക് എണ്ണ വേണ്ടി വരില്ല. ചിലർ എണ്ണയ്ക്ക് സ്ഥാനത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേസമയം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് എണ്ണ ആവശ്യമില്ല, അതിനകത്ത് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്തിന് നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും, പിന്നെ ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മുട്ട ഫ്രൈ ആണ്. കാരണം മുട്ട ഫ്രൈ ഇല്ലാതെ ഒരു പൊതിച്ചോറ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചതിന് ശേഷം, ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് വറുത്ത് വയ്ക്കാം. പൊതിച്ചോറിനകത്ത് മുട്ട ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണവും അതേപോലെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുകയൊക്കെ ചെയ്യില്ലേ. പൊതിച്ചോറിനകത്ത് മുട്ടയില്ലാതെ ഒരു പണിയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അടുത്ത സൈഡിലേക്ക് അതൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് മുട്ട മാറ്റിയ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ലേഡീസ് ഫിംഗർ നമ്മളിതിലേക്ക്, അതായത് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ചെറിയ രീതിയിലൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് മൂത്ത് പോരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം ഇരിക്കാൻ. ഇതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിൽ പറയുന്നുണ്ട്. മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുമാതിരി സ്റ്റിക്കി ആയി പോവേ. അപ്പോൾ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി ഒരു പകുതി പോർഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് 1 സ്പൂൺ ചില്ലി പൗഡറും പിന്നെ ഒരു 6 കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനകത്തിനിപ്പോൾ വേണ്ട മസാലകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇൻഗ്രീഡിയൻസ് ഉള്ള എന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതി സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി മാറ്റി വയ്ക്കാം. അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തക്ക ഉണ്ടല്ലോ. ഏത്തക്ക നമ്മൾ ചക്കയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ഏത്തക്ക എരിശ്ശേരിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഏത്തക്ക ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. വേവിക്കാൻ വെക്കുന്ന ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കറക്റ്റായിട്ടുള്ള അളവ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഹാഫ് പോർഷൻ തേങ്ങ, ഒരു 6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് നിലവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്കതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ അളവിൽ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ലേശം 1/2 സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയാണ്. എന്നിട്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട്, അതായത് നമ്മൾ ചക്കയരിശ്ശേരിക്കൊക്കെ വെക്കുന്ന പോലെ തന്നെ ആ ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ആ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ
പച്ചക്കായല്ല നമ്മുടെ ഏത്തക്കയൊക്കെ നല്ല രീതിയിൽ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അരപ്പും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും നമ്മുടെ മുളകും ഒക്കെ താളിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റെസിപ്പിയും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാങ്ങ അച്ചാറും കുറച്ച് ഇലിമ്പിക്ക അച്ചാറും മാത്രമാണ്. ഇനിയിപ്പോൾ അതേ നല്ല രീതിയിൽ വാട്ടിയിട്ടുള്ള ഇല നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ഇലയൊക്കെ കിട്ടി നല്ല പരിചയം ഉണ്ടായിരിക്കും. അപ്പം അതും കൂടെ നമുക്ക് ചോറും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചോറാണല്ലോ ആദ്യം നമുക്ക് വെക്കേണ്ടത്, അതിന് ശേഷമല്ലേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, വെച്ച് കൊടുക്കാം. കാരണം ചമ്മന്തി ഒഴിച്ച് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. കാരണം ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറ്, ചമ്മന്തിയും മുട്ടയാണ് ഈ പൊതിച്ചോറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് കുറച്ച് മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് കേട്ടോ. ഇതിപ്പം അമ്മ ഇട്ട് വെച്ചിരുന്ന മാങ്ങാച്ചാറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാങ്ങാച്ചാറ്. അപ്പോൾ അതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇലിമ്പിക്ക അച്ചാറാണ്. അമ്മ ഇത് ഉണങ്ങിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലിമ്പിക്ക അച്ചാറാണ് കേട്ടോ. ഇതൊന്നും ഇട്ട് കാണിക്കാൻ എൻ്റെ കയ്യിൽ സൗത്ത് ആഫ്രിക്കയിലെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പം അതാണ്. ഇനിയിപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ വാഴയിലയിൽ എന്ത് മണമാണെന്നറിയാമോ. അതങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തയ്ക്ക എരിശ്ശേരിയാണ്. ഒന്നെങ്കിൽ അവിയലോ അല്ലെങ്കിൽ ഇതേപോലെ എരിശ്ശേരിയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ കുഴച്ച് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത്തയ്ക്ക എരിശ്ശേരിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള മുട്ടയാണ് ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് അല്ലേ മുട്ട. ഇതേപോലെ ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം പറഞ്ഞു, നല്ലൊരു മണവും ഒക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇല ഒന്ന് കെട്ടണം. അപ്പം നമ്മൾ എപ്പോഴും പൊതിച്ചോറ് കെട്ടുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, ഇല ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ല ശരിക്കും അത് നന്നായിട്ട് പൊട്ടിപ്പോവും നമ്മൾ വാട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ. ആ വാട്ടിയ ഇലയില ഈ ചോറും കറികളും എല്ലാം കൂടെ ഒരു 1-2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിക്കേ. ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നാട്ടിൽ വന്നപ്പം ഇലയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഇല ഇല്ലയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് വാഴ ഇലയിൽ ഇതുപോലെ പൊതിച്ചോറ് കെട്ടി കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനങ്ങനെ പൊതിച്ചോറ് കെട്ടി ഞാനും മക്കളും ഒക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരു ആഗ്രഹവും സാധിച്ചു ഞാൻ നാട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം 2 മണിക്കൂറത്തേക്ക് എൻ്റെ ഈ പൊതിച്ചോറ് റെസ്റ്റിലാണ് കേട്ടോ. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.